നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിനയ് എ, 32 വയസ്സ്, മകം നക്ഷത്രം, 168 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ബികോം ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് റാസൽ ഖൈമ, UAE റാസൽ ഖൈമയിൽ ആണ് വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കൂറ്റനാടാണ് സ്വദേശം. അച്ഛൻ രാമചന്ദ്രൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. അമ്മ വത്സല. അവർ നോൺ മാച്ചിങ് സ്റ്റാർസ് പറയുന്നുണ്ട്: മകം, രേവതി, പൂയം, തിരുവാതിര. ഞാൻ ഒരിക്കൽ കൂടെ വിനയയെ കുറിച്ച് പറയാം. 32 വയസ്സ്, മകൻ നക്ഷത്രം, 168 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ബികോം ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. റാസൽ ഖൈമ അല്ലെങ്കിൽ UAE ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. കൂറ്റനാടാണ് സ്വദേശം. അച്ഛൻ രാമചന്ദ്രൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. അമ്മ വത്സല. നോൺ മാച്ചിങ് സ്റ്റാർസ് പ്രത്യേകം പറയുന്നുണ്ട്: മകം, രേവതി, പൂയം ആൻഡ് തിരുവാതിര. ഇത്രയും നക്ഷത്രം നോൺ മാച്ചിങ് ആയിട്ടും പറയുന്നുണ്ട്. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. വീട്ടിൽ ഏതെങ്കിലും കുട്ടിക്ക് വിവാഹം പ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നോക്കാനുള്ള തിരക്കുകൾ തുടങ്ങി. അച്ഛനും അമ്മയും നമ്മളുടെ വീട്ടുകാരെല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി തീർച്ചയായിട്ടും ആർക്കാണോ വിവാഹം നോക്കുന്നത് എങ്കിൽ ആ കുട്ടിയുമായിട്ടൊന്ന് സംസാരിക്കുക. അച്ഛനും അമ്മയും സഹോദരങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒന്ന് നന്നായിട്ട് ഒരു ഡിസ്കഷൻ. എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ നമ്മൾ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കണം. നോർമലി ഇതൊന്നും നടക്കൽ പതിവില്ല. അഭിപ്രായം മുഴുവൻ കേൾക്കാൻ നിൽക്കാറില്ല കുട്ടികളുടെ. അച്ഛൻ പറഞ്ഞത് കേൾക്കുക, അമ്മ പറഞ്ഞത് കേൾക്കുക എന്നൊക്കെയുള്ള ഒരു പഴയകാല ടെക്നോളജി ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് മക്കളുമായി സംസാരിക്കാം. പലപ്പോഴും അവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഹൈറ്റ് ഇത്ര വേണം, ക്വാളിഫിക്കേഷൻ ഇന്നത് വേണം, ജോലി സ്ഥലം ഇന്നത് വേണം. ഇങ്ങനെയൊക്കെ എല്ലാം 100% മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ മറ്റുള്ള രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും മക്കളുമായി നന്നായിട്ടൊന്ന് സംസാരിക്കുക. അവരുടെ റിക്വയർമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ വെളുത്തങ്കാവ് എന്നൊക്കെ പറയുന്ന പല ദൈവിക സാന്നിധ്യങ്ങളുള്ള തറവാടുകൾ ഉണ്ടാകും. അവിടേക്കൊന്ന് പോയി പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് വെച്ചാൽ അവിടെ ഇരുന്നിട്ടെങ്കിലും പ്രാർത്ഥിക്കുക അവർക്കായിട്ട്. അപ്പോൾ ധർമ്മദൈവങ്ങളെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അടുത്തത് പ്രൊഫൈൽ ഒന്ന് നന്നായിട്ട് ഉണ്ടാക്കലാണ് മൂന്നാമത്തെ കാര്യം. പ്രൊഫൈൽ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കി തരും. പക്ഷേ അങ്ങനെയല്ല അത് ഉണ്ടാക്കേണ്ടത്. കൃത്യമായിട്ട് ഓരോ വരികളും കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക. നന്നായിട്ട് ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു സുഖം തോന്നണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രൊഫൈൽ വായിച്ചപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന, അമ്മ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം: എൻ്റെ മകള് സരസ്വതി ദേവിയെ പോലെയാണ് കാണാൻ, അതുപോലെയുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള കുട്ടിയാണ്. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വായിക്കുമ്പോൾ എന്താണ് ഇവരിങ്ങനെയൊക്കെ എഴുതുന്നത്, നമ്മളെ ഒരു വലിയൊരു മോശം രീതിയിലാണ് അവർ കാണുക. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതാം. വല്ലാണ്ട് എക്സാഗ്രേറ്റ് ചെയ്തിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. മക്കൾ പഠിച്ചിട്ടുണ്ടാകും, ആ പഠിപ്പ്, എഡ്യൂക്കേഷൻ എവിടെയാണ്, ഏത് കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്, അതൊക്കെ ഒന്ന് എഴുതുക. ഹൈറ്റ്, വെയിറ്റ്, സാലറി കാര്യങ്ങൾ, ജോലി എവിടെയാണ്, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതുക. സാലറി ഒക്കെ എഴുതുന്ന സമയത്ത് CTC എന്നാണ് നോർമലി കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന വാക്ക്. കോസ്റ്റ് ടു കമ്പനി എന്നാണ് അവർ വെക്കുന്ന ഒരു വാക്ക്. അത് തന്നെ എഴുതാൻ ശ്രമിക്കണം. അല്ലാണ്ട് കയ്യിൽ കിട്ടുന്ന ശമ്പളമല്ല നിങ്ങളുടെ യഥാർത്ഥ ശമ്പളം എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് PF ഉണ്ടാവാം, ഗ്രാറ്റുവിറ്റി ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട്മെൻറ്റ്സ് ആണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്.
അപ്പോൾ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് മാത്രം എഴുതിയാൽ പോരാ. ബോണസ് ഉണ്ടാവും, ഇൻസെൻറ്റീവ് ഉണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത്. ചിലർക്ക് ഫോറിനിലൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും ഉണ്ടാവും, അതെല്ലാം ആഡ് ചെയ്യണം, അതിൻ്റെ പൈസയ്ക്ക് ആഡ് ചെയ്യണം. അതൊക്കെ നിങ്ങളുടെ സാലറിയുടെ പാർട്ടാണ്. അപ്പോഴാണ് കൃത്യമായ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം, ഈ പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം ആരെ കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിക്കുക. എന്നിട്ട് അവർക്ക് എന്തൊക്കെ സംശയങ്ങൾ അതിൽ വരുന്നുണ്ടെന്ന് നോക്കുക. അതിൽ സംശയങ്ങൾ അവർക്ക് വരുന്നുണ്ടെങ്കിൽ ആ സംശയം തന്നെ ആയിരിക്കും മറ്റുള്ള ആളുകൾക്കും വരുന്നുണ്ടാവുക. അപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കുക. പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു മാട്രിമോണിയലിനെ കണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ എന്ന് പറയുന്നത്? ഞാനടക്കമുള്ള വിവാഹ മാട്രിമോണിയൽ സൈറ്റുകളെ പറ്റി അന്വേഷിക്കുക, എങ്ങനെ ഉണ്ട് പെർഫോമൻസ്. ചിലപ്പോൾ തൊട്ട വീട്ടിലത്തെ കുട്ടിക്ക് ശരിയായിട്ടുണ്ടാവാം എൻ്റെ മാട്രിമോണിയൽ എന്ന്. അത് കേട്ടിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധവുമില്ല. നമ്മൾ ചെയ്യും, കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച സ്പീഡിലോ സമയത്തിൻ്റെ ഉള്ളിലോ നടന്നൊന്നും വരില്ല. ചില ആളുകൾ രജിസ്ട്രേഷൻ മാത്രമേ ചെയ്യുള്ളൂ, പിന്നെ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാവില്ല. പൈസ വാങ്ങിച്ചു വെക്കും, പിന്നെ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അവരെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കേസ് അവരുടെ അടുത്ത് വന്നിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെ അവർ വിളിക്കുക? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എഡ്യൂക്കേഷൻ കുറഞ്ഞിട്ടുള്ള ആൺകുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. പല മാട്രിമോണിയലുകാർ അവരോട് പറയും ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാം, അത് ചെയ്യാം, അത് ചെയ്യാം. 110% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് തെറ്റായിട്ടുള്ള വരികളും കാര്യങ്ങളുമാണ് അവരുടെ ഭാഗത്തുനിന്ന്. വളരെ ബുദ്ധിമുട്ടാണ് അത് നടക്കാനായിട്ട്. അപ്പോൾ ചാടിക്കയറി പൈസ കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചു കൊടുക്കുക. ഏതെങ്കിലും 1-2 പേരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന മാട്രിമോണിയലുകാരുടെ അടുത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. പല ആളുകളുണ്ട്, ധാരാളം രജിസ്ട്രേഷൻ ടീമുകളുണ്ട്. പക്ഷേ അത് നമുക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് അത് തിരഞ്ഞെടുക്കുക. അടുത്തത്, പ്രൊഫൈലുകൾ രണ്ടും. ഇപ്പോൾ ജാതകത്തിൻ്റെ കാര്യമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ അനാവശ്യമായി ജാതകം കാര്യങ്ങൾ പഠിച്ചു വെക്കാതിരിക്കുക. ഇത്ര ദോഷമുണ്ട്, ഇന്ന നാളുകൾ ചേരില്ല, അതാണ് ഇതാണ്, 7 ചൊവ്വ, ഇതൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ജാതകത്തിനെ പറ്റി വലിയ വിവരമില്ലെങ്കിൽ അവർക്ക് അത് പേടി തോന്നും. ഇതൊക്കെ വായിക്കുമ്പോൾ അയ്യോ 7 ചൊവ്വയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ എനിക്കറിയാം. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ ജാതക ദോഷങ്ങളൊക്കെ പരിഹാരങ്ങളുള്ളതാണ്. പക്ഷെ നമ്മൾ എഴുതി വരുമ്പോൾ അതിനെ ഒരു വല്ലാത്ത ഭയാനകമായിട്ടുള്ള ഒരു ലെവലിലേക്കാണ് പ്രൊഫൈലിൽ പോവുക. കാണുന്ന ആളുകൾക്ക്, വായിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാവരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജാതകം കഴിയുന്നതും മറ്റുള്ളവരെ, അതായത് ജോത്സ്യനെ കൊണ്ട് തന്നെ നോക്കാൻ ശ്രമിക്കുക. 1, 2, 3 ജോത്സ്യനെ കൊണ്ടെങ്കിലും നോക്കിപ്പിക്കുക. ഒരാൾ പറഞ്ഞത് മാത്രം ഒരു മുഖവിലയ്ക്ക് എടുക്കരുത്. 2 പ്രൊഫൈലുകൾ ഓക്കെ ആയി, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇഷ്ടപ്പെട്ടു, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4, 5 ജോത്സ്യനെ കാണുക. ഏതെങ്കിലും ഒരു ജോത്സ്യൻ ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ഒരു കാരണവശാലും ഒരു റിസർച്ച് നടത്തരുത്. അടുത്തത്, 2 പേർക്കും 2 ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു, കുട്ടികൾ തമ്മിൽ ഓക്കെയാണ്, ഫോട്ടോ ഒക്കെ കണ്ടു, ഓക്കെ ആയി കഴിഞ്ഞാൽ, മുൻപോട്ട് പോകാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 കുട്ടികളുടെയും വാട്സാപ്പ് നമ്പർ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു 15 ദിവസമെങ്കിലും അവർ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ കൃത്യമായിട്ട് വാട്സപ്പിൽ കൂടെ സംസാരിക്കണം. അതായത്, 1, ഏതെങ്കിലും തരത്തിൽ ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്ന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുക. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് ഡ്രോപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം,
ഇനി ലവ് അഫെയർ ഒന്നുമില്ല, മുന്നോട്ട് പോകാം എന്നാണ് രണ്ടുപേരും പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുടുംബം, അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കുടുംബ പാരമ്പര്യം, കാര്യങ്ങൾ, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നാടെവിടെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എഡ്യൂക്കേഷൻ. ക്വാളിഫിക്കേഷൻ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്, എന്താണ് പഠിച്ചിരിക്കുന്നത്, ഏത് കോളേജിലായിരുന്നു, എല്ലാ കാര്യങ്ങളെ പറ്റി നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. അടുത്തത് മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. മെഡിസിൻ ഷോർട്ട് ടൈം ആയിരിക്കാം, ചിലപ്പോൾ ലോങ് ടൈം ആയിരിക്കാം, അത് മനസ്സിലാക്കി വെക്കുക. കാരണം വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മെഡിസിൻ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം ചിലപ്പോൾ അത് പിന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത്രമാത്രം വിഷമമായിരിക്കും. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അടുത്തത് അമിതമായ ലോണുകൾ വല്ലതുമുണ്ടോ, ബാങ്കിങ് ലോൺസ്, EMI എത്ര ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കണം. കുട്ടികൾ തമ്മിൽ ചോദിച്ച് മനസ്സിലാക്കുക. അച്ഛനമ്മമാർക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി എന്ന് വരില്ല. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കുട്ടികൾ തമ്മിൽ കാണണം. പുറത്ത് വെച്ച് കാണുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വീട്ടിലോട്ട് നമ്മൾ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ ആൺകുട്ടി പെണ്ണ് കാണാൻ പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ പെൺകുട്ടി ഇതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ അവർക്ക് വേറെ വല്ല അഫയറും ഉണ്ടാവും. അതുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരെല്ലാവരും പറയും, നോക്കൂ ഇത് അച്ഛൻ്റെ അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്, നീ വേറെ നോക്കിക്കോളൂ എന്ന് പറയുന്ന കുട്ടികളെ ധാരാളം എനിക്കറിയാം. അപ്പം അതുകൊണ്ട് പുറത്ത് വെച്ച് കാണൽ വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സംസാരിക്കുക. പിന്നെ പെണ്ണ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങ് മാത്രമാക്കുക. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാവരുടെ ഭാഗത്തുനിന്നും, അച്ഛൻ, അമ്മ, കുട്ടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക. നമുക്ക് നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ചില സംസ്കാരങ്ങളും രീതികളും ഉണ്ട്. അത് തീർച്ചയായിട്ടും മുറുകെ പിടിച്ച് വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു ഒറ്റപ്പാലത്തുള്ള കുട്ടിയാച്ചോ, ഒറ്റപ്പാലത്തിന് ചില സ്റ്റാൻഡേർഡുകളുണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. വള്ളുവനാട് സംസ്കാരം പലരും പറയാറുണ്ട് എന്നോട്, നമുക്ക് വള്ളുവനാട് ഏരിയ തന്നെ മതി. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ആ ഒരു സംസ്കാര രീതിക്ക് ചില പാരമ്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഈ പൊതുവെ ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങളൊന്നും പറയില്ല. ഈ പൈസ എത്ര സ്വർണം തരും, എത്ര ബാങ്കിൽ എത്ര ഉണ്ട്, ഇങ്ങനത്തെ ഈ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡവറി കാര്യങ്ങൾ, ഈ വക കാര്യങ്ങളൊന്നും അവർ വള്ളുവനാട് ഏരിയയിൽ ഞാൻ പൊതുവെ കണ്ടിട്ടില്ല. ഈ കാഴ്ചകളൊന്നും ഉണ്ടാവുമായിരിക്കാം, ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം കുട്ടികളുടെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. എന്ന് മാത്രമല്ല അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫ് അതും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.